ചോറ് വെക്കുന്ന ചുമന്ന കളറിൻ്റെ പുഴുക്കലരി കൊണ്ട് ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടോ? നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. രാത്രിയിൽ 2 ഗ്ലാസ് അരി കുതിരാനായിട്ട് വെള്ളത്തിലിട്ടിരുന്നു. നമ്മൾ ചോറ് വെക്കുന്ന ചുമന്ന കളറിൻ്റെ പുഴുക്കലരി. രാവിലെ അത് മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുത്തു. അരയ്ക്കുമ്പം നൈസായിട്ട് അരയ്ക്കരുത്, കുറച്ച് തരി തരിയായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടായി കഴിയുമ്പം അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പം കുറച്ചധികം തന്നെ ചിരകിയ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അരി അരയ്ക്കാൻ നേരത്ത് ഉപ്പ് ചേർത്താൽ ഇപ്പം ഉപ്പ് ചേർക്കണമെന്നില്ല, അരി അരയ്ക്കുമ്പോൾ ചേർത്താലും മതി, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചേർത്ത് കൊടുത്താലും മതി. ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തരിയോടുകൂടി അരയ്ക്കണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കട്ടിയാക്കി എടുക്കണം. നമുക്കിപ്പോൾ കൈ കൊണ്ട് ഉരുട്ടി ഉണ്ടയൊക്കെ പിടിക്കാൻ പാകത്തിന് പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ടിയായി കിട്ടും. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൈവിടാതെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് കട്ടിയായി കിട്ടും. ഇനി ഇത് സ്റ്റവിൽ നിന്ന് മാറ്റി വെച്ച് ഒന്ന് തണുക്കാനായിട്ട് വെക്കുക. ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തണുത്ത് കിട്ടും. ഇത് കണ്ടോ, അപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി കൈ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഇതുപോലെ ഇതൊന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമ്മൾ സാധാരണ കോഴിക്കട്ട ഉണ്ടയൊക്കെ പുഴുങ്ങുമല്ലോ, അതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി നടുക്കൊരു ഹോളിട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഉള്ളിലൊക്കെ നന്നായിട്ട് വേവാനായിട്ടാണ് ഇതുപോലെ നടുക്കൊരു ഹോളിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഈ മാവ് കൊണ്ട് എല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തിട്ട് ഇത് നമ്മൾ ഉണ്ട ഇങ്ങനെ ഉരുട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്റ്റീമറിലോ ഇഡ്ഡലി പാത്രത്തിലോ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കണം. ഇപ്പം ഇതുപോലെ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ ആ കോഴിക്കൊട്ട അല്ലെങ്കിൽ ഉരുളകളെല്ലാം നമ്മൾ സ്റ്റീമറിലേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ചമ്മന്തി സാമ്പാറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്.